പ്രിയപ്പെട്ട സൗരങ്ങളെ, അടുത്ത 3 ദിവസത്തേക്കുണ്ടല്ലോ നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യാൻ പോവാണ്. നിങ്ങൾ മാക്സിമം ഈ വരുന്ന 3 ദിവസങ്ങളിൽ ഈ ശുശ്രൂഷ പങ്കെടുക്കണം. ഒരു വചനം ഈ ദിവസങ്ങളിൽ വായിച്ചപ്പോൾ അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്നാണ് ഞാനിത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. സങ്കീർത്തനം 105:4 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. കർത്താവിനെയും അവിടുത്തെ ബലത്തെയും അന്വേഷിക്കുവിൻ, നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ. അടുത്ത 3 ദിവസം നമ്മൾ ചെയ്യാൻ പോകുന്നൊരു കാര്യം, നമുക്ക് ഒരുമിച്ച് ചെയ്യണം. ഒരു 3 ദിവസത്തേക്ക് വൈകുന്നേരത്തെ ടോക്കിൻ്റെ സമയത്തൊരു 5 മിനിറ്റ് അഡോറേഷൻ നടത്താൻ പോവാണ്. ഞങ്ങൾക്കിവിടെ നിങ്ങളുടെ ധ്യാനകേന്ദ്രത്തിൽ ഒരു കുഞ്ഞു ഗ്രോട്ടോ ചാപ്പലുണ്ട്. ഇവിടെ ധ്യാനകേന്ദ്രത്തിൽ വന്നിട്ടുള്ളവർക്കറിയാം. ആ ഗ്രോട്ടോ ചാപ്പലിൽ ഈശോയെ 24 hours എഴുന്നള്ളിച്ച് വെച്ച് ആരാധന നടക്കുകയാണ്. അപ്പോൾ ആ ആരാധനയുടെ മുമ്പിൽ ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകണം. അച്ഛൻ പ്രാർത്ഥന ലീഡ് ചെയ്തോളാം. നിങ്ങൾ 5 മിനിറ്റ് ആ ആരാധനയ്ക്കൊന്ന് പങ്കെടുക്കുക കേട്ടോ. 5 മിനിറ്റ് ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കേണ്ട. നിങ്ങൾ ആ ഒരു 5 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം അടുത്ത 3 ദിവസം കിടന്നുറങ്ങാൻ. എനിക്ക് തോന്നുന്നു നമുക്കൊരു 2-3 നിയോഗങ്ങളൊക്കെ വയ്ക്കാം. നിങ്ങളുടെ മനസ്സിലുള്ള നിയോഗങ്ങളൊക്കെ എടുത്തു. നാളെ മറ്റന്നാൾ അതിൻ്റെ പിറ്റേ ദിവസം 3 വൈകുന്നേരങ്ങളിൽ ഈ അഡോറേഷൻ വീഡിയോ വരുന്ന സമയത്ത് നിങ്ങളതിനകത്ത് നിങ്ങളുടെ നിയോഗങ്ങളൊക്കെ കമൻറ്റ് ചെയ്തിടാം. ബാക്കി പ്രാർത്ഥനകളൊക്കെ ഇടുക. അപ്പോൾ അടുത്ത 3 ദിവസം പ്രത്യേകിച്ചൊരു നിയോഗങ്ങൾ വെച്ച് അങ്ങ് പ്രാർത്ഥിച്ചോ. കർത്താവ് ഇത് വലിയ അനുഗ്രഹമാക്കി മാറ്റും. 105 സങ്കീർത്തനത്തിൻ്റെ 4 വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണല്ലോ: അവിടുത്തെ ബലം അന്വേഷിക്കുക, അവിടുത്തെ ശക്തി അന്വേഷിക്കുക, നിരന്തരം അവിടുത്തെ സാന്നിധ്യം നേടുക. അപ്പോൾ അടുത്ത 3 ദിവസം നമ്മൾ നമ്മുടെ നിയോഗങ്ങൾ, പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ പേഴ്സണൽ ഇൻറ്റൻഷൻസ്, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ജോലി, നമ്മുടെ യുവജനങ്ങൾ, കുഞ്ഞുങ്ങൾ, ഇതിനകത്ത് പല ഏജ് ഗ്രൂപ്പിലുള്ളവർ നിങ്ങളിത് പങ്കെടുക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാ നിയോഗങ്ങളും കൊടുത്തേക്കുക. ഒരു 3 ദിവസത്തേക്ക് നമ്മളൊന്ന് അഡോറേഷൻ നടത്താൻ പോവാണ്. 5 മിനിറ്റ് വെച്ച് കേട്ടോ. അപ്പോൾ നിങ്ങളതിൽ പങ്കെടുക്കുക. സാധിക്കുന്നിടത്തോളം ആളുകളോട് ഇതിനെക്കുറിച്ച് പറയുക. ഇതിൽ ആ സമയത്തിന് 9 മണിക്ക് തന്നെ എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റണമെന്നില്ല. എല്ലാ ദിവസവും ഈ ഒരു 3 ദിവസത്തേക്ക് പ്രത്യേകിച്ച് മാക്സിമം ആളുകളോട് ഇതിനെക്കുറിച്ച് പറയുക. 3 ദിവസത്തെ ഒരു 5 മിനിറ്റ് വെച്ചുള്ള ഈ അഡോറേഷൻ നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായിട്ട് മാറട്ടെ. അച്ഛനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. 3 ദിവസം നിങ്ങളുടെ ഇൻറ്റൻഷൻസ് വേണ്ടി, നിയോഗങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ 3 ദിവസം എനിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുക കേട്ടോ. അങ്ങനെ പരസ്പരം പ്രാർത്ഥിച്ച് ബലപ്പെട്ട് നമുക്ക് പോകാം. ഇന്ന് കിടക്കുന്നതിന് മുമ്പ് 105 സങ്കീർത്തനം ശരിക്കൊന്ന് വായിച്ചു. കർത്താവിന് നന്ദി പറയുന്ന ഒരു സങ്കീർത്തനമാണ് 105. ഈ 4-ാമത്തെ വാക്യം നമ്മളിപ്പോൾ പറഞ്ഞത് ഈ ഒരു വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത 3 ദിവസം നമ്മൾ അഡോറേഷൻ നടത്താനും പോകുന്നത്. കർത്താവിനെയും അവിടുത്തെ ബലത്തെയും അന്വേഷിക്കുക, നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുക. സോ ഈ ഒരു അടുത്ത 3 ദിവസത്തെ ശുശ്രൂഷ നമുക്ക് വലിയ അനുഗ്രഹമായിട്ട് മാറട്ടെ. ഈശോയുടെ സാന്നിധ്യം തേടുക, ശക്തി തേടുക, രാത്രി കിടന്നുറങ്ങുക. നാളെ മുതൽ ആരംഭിക്കുന്ന 3 ദിവസത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചൊരുങ്ങുക. നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. മാക്സിമം ആളുകളോട് ഇതിനെക്കുറിച്ച് പറയണം. അഭിഷേകമായിട്ട് മാറട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.